യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. കഴിഞ്ഞ 10-20 കൊല്ലം നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾക്ക് എല്ലാ കാലത്തും നിങ്ങളുടെ അനിയനായിരുന്നു വിശ്വാസം. ഇനിയും അത് അങ്ങനെ തന്നെ ആയിരിക്കും. അവൻ ഇത്രയും കാലം എന്നെ ഇരുട്ടിൽ നിർത്തുകയായിരുന്നു. അത് മനസ്സിലാക്കാൻ ഞാനും വൈകി. ആയിരിക്കാം അത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം. അത് തീരുകയോ തീരാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷെ അതുകൊണ്ടൊന്നും എന്റെ മനസ്സിൽ ഇരുട്ടുമായില്ല. പിന്നെ സത്യം അന്വേഷിക്കാനെന്ന പേരിൽ നന്ദേട്ട ഇനി ഇടയ്ക്ക് ഇങ്ങോട്ട് വരണമെന്നില്ല. എനിക്കിതിൽ കൂടുതലായിട്ടൊന്നും പറയാനുമില്ല. സ്വന്തം മനസാക്ഷിയോട് ചോദിക്ക്, എന്താണ് സത്യമെന്ന്. ഇത്രയും കാലം കൊണ്ട് ക്ലാവ് പിടിച്ചു പോയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കതിന് ഉത്തരം കിട്ടും. പറഞ്ഞു കേട്ടിടത്തോളം അരുണിമയ്ക്ക് തന്നോട് വല്ലാത്തൊരു അകൽച്ചയുണ്ട്. അതിന്റെ കാരണമാണ് താൻ ആദ്യം കണ്ടെത്തേണ്ടത്. 22 വർഷം മുമ്പ് ആ അപകടം നടന്ന രാത്രി വരെ എത്ര സന്തോഷത്തോടെ കഴിഞ്ഞ കുടുംബമായിരുന്നു അൻസാറേ എന്റേത്. അന്നൊന്നും എന്നോട് കാണിച്ചിട്ടില്ലാത്തൊരു അകൽച്ച 22 വർഷത്തിന് ശേഷം വീണ്ടും കാണുമ്പോൾ എങ്ങനെ സംഭവിച്ചു? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരുപക്ഷെ താൻ അവരെ ഒരിക്കലും അന്വേഷിച്ചില്ലെന്ന പരാതിയാവാൻ കാരണം. അത് ശരിയാ. പക്ഷേ അതിന് കാരണവുമുണ്ടല്ലോ. കുറെ നാളത്തെ അബോധാവസ്ഥയ്ക്ക് ശേഷം ഞാൻ ഉണരുമ്പോ അവർ മരിച്ചുപോയെന്നുള്ള വിവരമല്ല ഞാൻ അറിഞ്ഞത്. അതുകൊണ്ടാണ് തനിക്കെന്നും വിശ്വാസം തന്റെ അനിയനായിരുന്നു എന്ന് അവർ കുറ്റപ്പെടുത്തിയത്. ശരിയാണ് സാറേ. ഇപ്പൊ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കുമ്പോ അവൾ പറഞ്ഞതും താൻ ചൂണ്ടിക്കാണിച്ചതും ഇപ്പൊ ശരിയാ. എന്റെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും ശങ്കറിന്റെ ഇടപെടലും വേണ്ടുവോളം ഉണ്ടായിരുന്നു. സഹോദരി സ്നേഹത്തിന്റെ കണ്ണിലൂടെ മാത്രം നോക്കി ഞാൻ അവനിലൊരു കുഴപ്പമുണ്ടെന്ന് ഒരിക്കലും മനസ്സിലാക്കിയില്ല. എനിക്കെതിരെയാണ് അൻസാറേ ശരിക്കും ശങ്കർ പ്രവർത്തിക്കുന്നത്. അവൻ എന്നോട് കാണിക്കുന്ന ആത്മാർത്ഥയും സ്നേഹവും ഒക്കെ വെറും കാപട്യമാണോ? ഈ ചോദ്യത്തിന് ഉത്തരം ഞാനല്ല പറയേണ്ടത്. താൻ പറഞ്ഞല്ലോ തന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ശങ്കറിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നുവെന്ന്. ആ ഘട്ടങ്ങൾ വീണ്ടും വീണ്ടും ഓർത്തു നോക്ക്. ആ ഇടപെടലുകൾ തനിക്ക് ഗുണപരമായിട്ടായിരുന്നോ അയാൾക്ക് ഗുണപരമായിട്ടായിരുന്നോ എന്ന്. കല്യാണത്തിന് ശേഷം തന്റെ മകൾ ജനിച്ച സമയത്ത് തന്റെ പേരിലുള്ളതെല്ലാം താൻ അരുണിമയ്ക്കും മകൾക്കുമായി എഴുതി വെക്കാൻ തീരുമാനിച്ചതല്ലേ? അതെന്തേ അന്ന് നടക്കാതെ പോയത്? വലിയ കച്ചവട സ്ഥാപനങ്ങളും ബിസിനസ്സും മൈനറായ അനുവിന്റെ പേരിൽ എഴുതുന്നതിന്റെ സാങ്കേതിക പ്രശ്നങ്ങളാണ് അവൻ പറഞ്ഞത്. കമ്പനിയുടെ ഫിനാൻസ് ഓഫീസർ അവനായതുകൊണ്ട് അതന്ന് ഞാൻ അംഗീകരിക്കുകയും ചെയ്തു. ഫലത്തിൽ അത് അയാൾ വിദഗ്ധമായി നീട്ടിവെപ്പിച്ചു. അതല്ലേ സംഭവിച്ചത്? ശരിയാണ് അൻസാറേ, ശരിക്കും അതാണ് സംഭവിച്ചത്. അന്ന് അപകടം നടന്ന ദിവസം താൻ എന്റെ തറവാട്ട് വീട്ടിലേക്ക് വരാമെന്നാ പറഞ്ഞിരുന്നത്. താൻ വന്നില്ല. പിന്നീട് അതിന്റെ കാരണം പറഞ്ഞപ്പോഴും ശങ്കറിന്റെ പേര് അതിലുണ്ടായിരുന്നു. ശങ്കർ കുടുംബവും ഭക്ഷണം തയ്യാറാക്കി ഞങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. ശങ്കർ പറഞ്ഞുകൊണ്ടല്ലേ താൻ ഹൈവേ വിട്ട് ഇടറോഡിലൂടെ തിരിഞ്ഞത്? അതെ. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. പൂജ ഒരു ലോറി ഡ്രൈവർക്ക് തന്നെ കാണുമെന്ന് പറഞ്ഞ് മുൻപ് ആശുപത്രിയിലേക്ക് വിളിച്ച് താൻ ഓർക്കുന്നുണ്ടോ? അന്ന് താൻ ചെന്ന പാടെ അയാൾ മരിച്ചു വീണു. അന്നും തന്നോടൊപ്പം ശങ്കർ ഉണ്ടായിരുന്നില്ലേ? ശങ്കറിനെ കണ്ടപ്പോഴുണ്ടായ ഭയമാണ് ആ മരണത്തിന് കാരണമെന്ന് പറഞ്ഞ അത് തെറ്റാവോ എന്നെന്താ? എടോ, അപ്പം താൻ പറയുന്നത് ശങ്കറാണ് ഇതിനെല്ലാം പിന്നിൽ നിന്നാണോ? എന്നല്ല, പക്ഷെ തന്റെ ജീവിതത്തിലെ എല്ലാ നിർണായക സമയങ്ങളിലും ശങ്കർ ഉണ്ടായിരുന്നുവെന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം.
ഇത്രയും കാലം ഞാനിത് ഓർത്തിരുന്നില്ല. പക്ഷേ ഇപ്പോ താൻ തന്നെ തന്റെ ജീവിതം ഓരോന്നായി ഓർത്തെടുത്തപ്പോ ഞാൻ വെറുതെ ചിന്തിച്ചു പോയിന്ന് മാത്രം. ചിലപ്പോ ഞാൻ പറയുന്നത് തെറ്റാവാം, പക്ഷേ ഇത്രയും കാര്യങ്ങൾ ശങ്കർ തന്നോട് നുണ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയൊന്ന് സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നതാണ് നല്ലതെന്ന് മാത്രം. ഞാൻ അവനെ എന്നിൽ നിന്നൊരിക്കലും വേറിട്ട് കണ്ടിട്ടില്ല അൻസറേ. എല്ലാം അവനും കൂടി ഉള്ളതല്ലേ. ആയിരിക്കാം, പക്ഷെ അയാൾക്ക് അത് സ്വന്തം പേരിൽ തന്നെ വേണമെന്നായിരുന്നെങ്കിലും. ഓർമ്മയുണ്ടോ, വർഷങ്ങൾക്ക് ശേഷം എല്ലാം ശങ്കറിന് എഴുതി കൊടുക്കാമെന്ന് തീരുമാനിച്ച ദിവസമായിരുന്നു പൂജ തന്നെ വന്ന് കണ്ടതും രജിസ്ട്രേഷൻ പാതി വഴി നിർത്തി താൻ പോയതും. ദൈവം ഒരുപക്ഷെ ഇങ്ങനെ ഇടപെടുന്നെന്താ, അത് തക്ക സമയത്ത് നമ്മൾ മനസ്സിലാക്കാറില്ലെന്നേ ഉള്ളൂ. അപ്പോ അന്ന് അർജുൻ പറഞ്ഞതുപോലെ അരുണിമ ഇപ്പോഴും വാശി പിടിക്കുന്നത് പോലെ പൂജയാണോ എന്റെ ശരിക്കുള്ള അവകാശം? അത് പറയാൻ തൽക്കാലം നിവൃത്തിയില്ല. കാരണം DNA ടെസ്റ്റിൽ ലാബിൽ ഒരു തിരിമറി നടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ അരുണിമ അവളെ അംഗീകരിക്കുന്നേ ഇല്ല. എനിക്ക് മറ്റാരിലോ ജനിച്ചോളെ പോലെയാണ് അരുണിമ അവളെ കാണുന്നത്. മക്കളായി പിറക്കുന്നത് മുൻജന്മ ശത്രുക്കളാണെന്നും പണ്ടുള്ളവർ പറയാറുണ്ടല്ലോ. താനൊന്ന് ശങ്കരനെ കാര്യമായി ശ്രദ്ധിക്കുക. അയാൾ പറയുന്നതിലും ചെയ്യുന്നതിലും ഒക്കെ ഞാനൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാണുന്നുണ്ട്. ചിലപ്പോ എല്ലാവരും ഒരു സംഘം ചേർന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതായിരിക്കാം. അത് കണ്ടെത്തും വരെ തന്റെ സംശയങ്ങൾ താൻ ആരോടും പറയരുത്. ശങ്കറിനോടോ പ്രിയോടോ ആരോടും പറയരുത്. എല്ലാം ഇപ്പോഴത്തെ പോലെ തന്നെ മുന്നോട്ട് പോകട്ടെ. ഇപ്പോഴും സ്വാധീനക്കുറവ് തോന്നുന്നുണ്ടോ മോളെ? ഓ എൻ്റെ ചില സമയത്ത് കയ്യേ ഇല്ലാത്ത പോലൊരു ഫീലിംഗ്. കുറെ കാലം അനക്കമില്ലാതിരുന്നതല്ലേ, അതാവും കാരണം. ശരിയാ. അന്ന് നിന്നെ പൂജയും മാധുരി ചേച്ചിയും എന്തിന് ആ കനക വരെ പൊതിരെ തല്ലിയിരുന്നു. ശരിക്കും അതൊന്നും നീ അറിഞ്ഞിരുന്നില്ലേ അനുക്കുട്ടി? നിനക്ക് വേദനയും ഉണ്ടായിരുന്നില്ലെന്നാണോ? ആകെ ഒരു മരവിപ്പായിരുന്നില്ല എൻ്റെ. ആവും, ചിലപ്പോ അന്നത്തെ അടിയുടേതാവും ഇപ്പോഴും തരിപ്പും വേദനയൊക്കെ തോന്നുന്നത്. ആ പൂജ എന്ന് അടിച്ച അടി എന്തായിരുന്നു? ഓർക്കുമ്പോ പേടിയാവുക. ചില സിനിമയിലൊക്കെ കാണുന്ന പോലെ തലങ്ങും വിലങ്ങും. ഹോ, ഞാനായിരുന്നെങ്കിൽ ചത്തുപോയേനെ. അത്ര പെട്ടെന്ന് ചാവാനായിരുന്നെങ്കിൽ ചെറുപ്പത്തിലേ ആവായിരുന്നില്ല എൻ്റെ. എന്താ? അല്ല, അമ്മ അച്ഛനുമായിട്ട് പോകുമ്പോ സംഭവിച്ച ആ ആക്സിഡന്റിൽ മരിച്ചു പോകേണ്ടതായിരുന്നില്ലേന്ന്. ഓ, അത് ശരിയാ. അല്ല, വേദനയുടെ കാര്യം പോട്ടെ, അവര് വിളിച്ച ചീത്തകളൊക്കെ നീ കേട്ടിരുന്നോ? അല്ല, ശരീരത്തിൽ ഏൽക്കുന്ന വേദനയേക്കാൾ മനസ്സിന്റെ വേദനയാണല്ലോ നമ്മൾ ഓർത്തു വെക്കുക. അതുകൊണ്ട് ചോദിച്ചാ. ഏത് വേദനയാണെങ്കിലും അനുഭവിച്ചതിനൊക്കെ പകരം ഉണ്ടാവുമെന്നാണല്ലോ ആന്റി. അപ്പോ അനുക്കുട്ടി പകരം വീട്ടുന്നാണോ? എല്ലാ സങ്കടത്തിനും ഒരു സന്തോഷം ഉണ്ടാവുന്നതാണല്ലോ. അതുപോലെ ഞാൻ അനുഭവിച്ച വേദനകൾക്കും ഒരു പകരം ഉണ്ടാവില്ലേ? അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഓ, ആ അങ്ങനെ. എന്താ രണ്ടുപേരും കൂടി ഒരു സ്വകാര്യം? സ്വകാര്യമൊന്നും അല്ല മുത്തശ്ശി. ഞാൻ ഇവളുടെ കയ്യില് തൈലം ഇടുമായിരുന്നു, കഴിയാറായി. ആ മോൾ ഇനി കുളിക്കാൻ നോക്ക്. മുത്തശ്ശി ഒന്ന് പുറത്തോട്ട് പോയിട്ട് വരാം. അമ്മ എങ്ങോട്ടാ? നീ മറന്നോ, എല്ലാം ഒന്ന് അരുണിമയായിട്ട് സംസാരിക്കണമെന്ന് നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? ഓ, അത് ഞാൻ വിട്ടുപോയി. ആ, എന്നാ ഞാൻ വിട്ടിട്ടില്ല. അവളുടെ മനസ്സ് എന്താണെന്ന് വ്യക്തമാവണമല്ലോ. പെറ്റ വയറിങ്ങനെ പെരുമാറുന്നതിൽ ചിലപ്പോ നീ പറഞ്ഞ പോലെ എന്തെങ്കിലും കാണാതിരിക്കില്ല. ആ പറഞ്ഞതിൽ എന്തോ കുഴപ്പമുണ്ടല്ലോ. ഇവരോട് ആ അരുണിമ സത്യമൊക്കെ പറഞ്ഞ